ഹായ് നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇത് നമ്മുടെ ചിയാൻ വിക്രം നായകനായിട്ട് എത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് വീരധീര സൂരൻ. ഈ സിനിമയിൽ ഒരു പ്രത്യേകതയോടുണ്ട്. നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് വളരെ പ്രധാനപ്പെട്ട ഒരു റോളിൽ സിനിമയിൽ എത്തുന്നുണ്ട്. അപ്പോൾ മാർച്ച് 27 ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത്. എമ്പുരാനെ മറികടക്കാൻ വീരധീര സൂരൻ ആകുമോ എന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സുരാജിന് ഒരു വലിയൊരു നേട്ടമാണ്. കാരണം 2 ലാംഗ്വേജിൽ ഇറങ്ങുന്ന വളരെ പ്രധാനപ്പെട്ട 2 നടന്മാരുടെ സിനിമയിൽ റോളിൽ എത്തുന്നു എന്നുള്ള ഒരു സന്തോഷം കൂടെ സുരാജിനെ സംബന്ധിച്ചുണ്ട്. എന്തായാലും വീരധീര സൂരൻ സിനിമയ്ക്കകത്ത് നമ്മുടെ ചിയാൻ വിക്രത്തെ കൂടാതെ എസ് ജെ സൂര്യ, അതോടൊപ്പം തന്നെ നമ്മുടെ നടൻ സിദ്ദീഖും വളരെ പ്രധാനപ്പെട്ട റോളിലെത്തുന്നുണ്ട്. ഇതിന്റെ ഒരു ഒഫീഷ്യൽ ടീസർ ഇറങ്ങിയിട്ടുണ്ട്. വീരധീര സൂര്യന്റെ ടീസർ കാണുന്നതിന് മുമ്പ് എമ്പുരാനുമായി ബന്ധപ്പെട്ടിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ തൃശ്ശൂർ രാഗം തിയേറ്ററിൽ ഇന്നലെ കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണ്. അതായത് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ആരാധകരുടെ ഒരു തള്ളിക്കയറ്റ്. അത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ബോക്സ് ഓഫീസ് FDFS കളക്ഷനിൽ 12 കോടി രൂപ കളക്ഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ വിജയുടെ സിനിമയാണ്. അപ്പൊ ഈ സിനിമയെ മറികടക്കുമോ എമ്പുരാൻ എന്നാണ് ആരാധകരുടെ ഇടയിലുള്ള ഒരു ചോദ്യം. പക്ഷേ ഇന്നലെയും ഇന്നുമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബുക്ക് മൈ ഷോയിലെ ബുക്കിംഗ് കാണുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഇതിനെ ബ്രേക്ക് ചെയ്യുന്ന സിനിമ എമ്പുരാനായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എന്നാൽ ഇന്നലെ നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളിയെ തിയേറ്ററിൽ എല്ലാവരും ഒന്നുകൂടെ കണ്ടു. അത് റിലീസ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്താണെങ്കിലും വലിയൊരു വരവേൽപ്പാണ് നമ്മുടെ മലയാള സിനിമയുടെ ഇൻഡസ്ട്രി തന്നെ ഏറ്റവും വലിയ ഒരു ഹൈപ്പിലെത്തുന്ന ഒരു സിനിമയാണ് എമ്പുരാൻ. എമ്പുരാൻ തൂക്കി അടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം ചെകുത്താന്റെ നരനായാട്ടായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് ഓൾ ഓവർ ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത് ഒരു സംശയം വേണ്ട. അത് നമ്മളെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ്. ഗംഭീര മേക്കിംഗ് ആണ് ട്രെയിലറിന്റെ. പൃഥ്വിരാജ് ഇവിടെ നിൽക്കേണ്ട ആളല്ല എന്ന് നമ്മൾ പറഞ്ഞത് വെറുതെ ഒന്നുമല്ല. അപ്പൊ എന്താണെങ്കിലും നമുക്ക് സ്റ്റീഫൻ നെടുമ്പള്ളിയെ നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന എബ്രഹാം ഖുറൈഷിയെയാണ്. എബ്രഹാം ഖുറൈഷി എന്താണ് എന്ന് അറിയുന്നതിന് മുമ്പ് നമുക്ക് വീരധീര സൂരന്റെ ഒഫീഷ്യൽ ടീസർ കൂടെ വന്നിട്ടുണ്ട്. നമുക്ക് ആ ടീസറിലേക്ക് ഒന്ന് പോകാം. ടീസർ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. வீரதீர சூரன். ஆஹா, இதெல்லாம் ஷாட் அண்ணே. ஒரு 10-15 பேர் இருக்காங்கண்ணே. சீக்கிரம் வேலையை முடிக்கலாம். ரிஸ்க்குண்ணே. சார், they deserve it. அது எந்த டவுட்டும் இல்லை. திருவிழா இருக்கு, அதான் SJ சூர்யா. இதுக்குள்ள அவனை முடிக்கணும், அவ்வளவுதான். சூர்யா மாசம். பிளான் கரெக்டா நடக்குது. எங்க எதுவும் மிஸ் ஆகக்கூடாது. காலி எங்கடா இருக்கா? எங்கன்னு இருக்க நீ? உனக்கு அது GV பிரகாஷ் குமார், சியான் விக்ரம். அந்த சம்பவம் ஞாபகம் இருக்குல்ல? போலி போலி. வீர தீர சூரன். ഇതില്ല സാർ. விசாகத்தில் நான் பார்த்துக்கிறேன். അരുൺകുമാർ. 2027 മാർച്ച് വേൾഡ് വൈഡ് റിലീസ്. വീരധീര സൂര്യന്റെ ഒഫീഷ്യൽ ടീസറാണ് നമ്മൾ കണ്ടത്. ചിയാൻ വിക്രം വീണ്ടും തരംഗമാവുമോ, ചിയാൻ വിക്രം വീണ്ടും ഞെട്ടിക്കുമോ എന്നുള്ളത്. എന്തായാലും ടീസർ ഒഫീഷ്യലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം വിക്രത്തിന്റെ ആ ഒരു ബർമുഡ ഇട്ടിട്ട് വരുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, മാസാണ് കേട്ടോ, കൊലമാസാണ്. പക്ഷേ എമ്പുരാനെ മറികടക്കാനായിട്ടുള്ള സംഭവം ഇതിനകത്ത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സംഭവം ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇത്തരത്തിലുള്ള അതല്ലേ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലൊക്കെ വരുന്ന പക്ക ഒരു വയലൻസ് ആയിട്ട് വരുന്ന സിനിമയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തമിഴ്നാട്ടിൽ തൂക്കി അടിക്കാനായിട്ടുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടിന്റെ ഒരു എൻട്രി, തമിഴിലേക്കുള്ള ഒരു എൻട്രി, അതും നല്ലൊരു റോളായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. BGM ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. അതുപോലെ ക്യാമറയുടെ വർക്കും ഗംഭീരമായിട്ടുണ്ട്. വയലൻസിന് പ്രാധാന്യം നൽകുന്ന ഒരു സിനിമയാണെന്ന് തോന്നുന്നു. കാരണം ആ ഒരു കുത്തൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുന്നുണ്ട് വയലൻസിന് വലിയ പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ മാർച്ച് 27 2 സിനിമകളാണ്. ഒന്ന് നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ എമ്പുരാൻ, രണ്ടാമത്തത് ചിയാൻ വിക്രത്തിന്റെ ധീരധീര സൂര്യൻ. 2 സിനിമയും എന്തായാലും നമ്മൾ കണ്ട് നമ്മൾ അതിന്റെ അഭിപ്രായം പറയുന്നതായിരിക്കും.
എന്നാലും ഒഫീഷ്യൽ ടീസർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റുകൾ അറിയിക്കാം. അതോടൊപ്പം തന്നെ കേരള ബോക്സ് ഓഫീസിൽ എമ്പുരാൻ വിജയുടെ സിനിമയുടെ ആ ഒരു കളക്ഷൻ റെക്കോർഡ് തൂക്കി അടിക്കുമോ ഇല്ലേ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ.